നമസ്കാരം കൂട്ടുകാരെ, നാസ് പൗൾട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാണാൻ പോകുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 7-ാം ദിവസം നൽകുന്ന ലെസോട്ട വാക്സിൻ എങ്ങനെ ശരിയായ രീതിയിൽ നൽകാം, കണ്ണിൽ ഒരു തുള്ളി മരുന്ന് എങ്ങനെ ഉറ്റിക്കണം, ഈ വാക്സിൻ എങ്ങനെ സൂക്ഷിക്കണം, പുറത്തെടുത്ത ശേഷം എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിക്കണം, കൂടാതെ ഈ വാക്സിൻ കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൂട്ടുകാരെ, കോഴിക്കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ വൈറസ് രോഗങ്ങൾ വേഗത്തിൽ പിടിപെടാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും അപകടകാരിയായ രോഗങ്ങളിൽ ഒന്നാണ് ന്യൂകാസിൽ രോഗം. പലരും റാണിക്കറ്റ് രോഗം എന്നും വിളിക്കുന്നു. ഈ രോഗം വന്നാൽ കുഞ്ഞുങ്ങൾക്ക് ശ്വാസതടസ്സം, തീറ്റ കഴിക്കാതിരിക്കുക, ചിറക് തളരുക, വയറിളക്കം, തല വളയുക, ചിലപ്പോൾ പെട്ടെന്ന് മരണപ്പെടുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ 7-ാം ദിവസം ലെസോട്ട വാക്സിൻ നൽകുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ രോഗത്തിനെതിരെ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ വാക്സിൻ സൂക്ഷിക്കുന്ന രീതി നോക്കാം. ലെസോട്ട വാക്സിൻ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. സാധാരണയായി 2 മുതൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കുന്നതാണ് ശരിയായ രീതി. വാക്സിൻ ചൂടാക്കുകയോ തണുപ്പ് നഷ്ടപ്പെടുകയോ ചെയ്താൽ അതിൻ്റെ ശക്തി കുറയാം. ഒരു പ്രധാന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. വാക്സിൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഡിലൂവൻറ്റിൽ കലർത്തിയ ശേഷം 2 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകണം. 2 മണിക്കൂറിന് ശേഷം ശേഷിക്കുന്ന വാക്സിൻ വീണ്ടും ഉപയോഗിക്കരുത്. നല്ല ഫലം ലഭിക്കാൻ സമയപരിധിക്കുള്ളിൽ തന്നെ ഉപയോഗിക്കണം. ഇപ്പോൾ വാക്സിൻ നൽകുന്ന രീതി നോക്കാം. വാക്സിൻ നന്നായി കലർത്തിയ ശേഷം ഒരു ഡ്രോപ്പർ എടുക്കുക. ഓരോ കോഴിക്കുഞ്ഞിനെയും സാവധാനമായി പിടിക്കുക. കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് ഒരു തുള്ളി മാത്രം കണ്ണിൽ വീഴ്ത്തുക. മരുന്ന് കണ്ണിൽ പതിഞ്ഞാൽ കുഞ്ഞ് സ്വാഭാവികമായി കണ്ണടയ്ക്കും. അപ്പോൾ വാക്സിൻ ശരിയായി പ്രവർത്തനം ആരംഭിക്കും. ഒരേ കണ്ണിൽ ഒരു തുള്ളി മതി, കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് കണ്ണിലൂടെയാണ് നൽകുന്നത് എന്ന്. കാരണം കണ്ണിൻ്റെയും ശ്വാസവാഹിനിയുടെയും ഭാഗങ്ങളിൽ വാക്സിൻ വേഗത്തിൽ പ്രവർത്തിച്ച് നല്ല പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ രീതി വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ ഈ വാക്സിൻ കൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ നോക്കാം. ഒന്നാമത്, ന്യൂകാസിൽ രോഗത്തിൽ നിന്ന് ശക്തമായ സംരക്ഷണം ലഭിക്കും. രണ്ടാമത്തേത്, കൂട്ടത്തിൽ രോഗം പടരാനുള്ള സാധ്യത കുറയും. മൂന്നാമത്തേതാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. നാലാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരുകയും തീറ്റ നന്നായി കഴിക്കുകയും ചെയ്യും. അഞ്ചാമത്തേത്, ഭാവിയിൽ നല്ല വളർച്ചയ്ക്കും നല്ല ഉൽപ്പാദനശേഷിക്കും ഇത് സഹായകമാണ്. വാക്സിൻ നൽകിയ ദിവസത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ശുദ്ധമായ വെള്ളം നൽകുക, കൂട് വൃത്തിയായി സൂക്ഷിക്കുക, അമിതമായ തണുപ്പ് തുടങ്ങിയ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കൂട്ടുകാരെ, കോഴി വളർത്തൽ ചികിത്സയേക്കാൾ പ്രധാനമാണ് പ്രതിരോധം. 7-ാം ദിവസത്തെ ലെസോട്ട വാക്സിൻ ഒരു ചെറിയ തുള്ളി മരുന്ന് മാത്രമാണെങ്കിലും അത് നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വലിയൊരു സുരക്ഷയാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടാതെ നാസ് പൗൾട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.